ഈ പൂക്കൾ കണ്ടാൽ വാഴല കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ നമുക്കതൊന്ന് കണ്ടാലോ? അതിനുവേണ്ടി കുറച്ച് ഉണങ്ങിയ വാഴല വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. വെള്ളത്തിൽ കുതിർക്കുന്നത് വാഴല മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ഈർക്കിലിയെടുത്ത് ഒരു ചെറിയ വാഴല 4 മടക്കി അതിന് ചുറ്റും കെട്ടിവെക്കുക. നൂല് വെച്ചോ സെലോ ടേപ്പ് വെച്ചോ എന്തെങ്കിലും വെച്ച് അത് മുറുക്കി കെട്ടിവെക്കുക. അത് അഴിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു വാഴലെടുത്ത് 2 മടക്കി അതിനു ചുറ്റും ഞൊറിയായി മടക്കി വയ്ക്കുക. ഞൊറിയായി വയ്ക്കുമ്പോഴാണ് ആ പൂവിൻ്റെ എതളുകൾക്ക് നമുക്കൊരു ഭംഗി കിട്ടുന്നത്. അങ്ങനെ ഓരോ ഞൊറിഞ്ഞ് വെച്ചതിന് ശേഷം നൂല് വെച്ച് ടൈറ്റാക്കി കെട്ടുക. ഒരു 5-6 എതളുകളായി കഴിഞ്ഞാൽ നമ്മുടെ പൂവ് റെഡിയാവും. പൂ ഫുള്ള് റെഡിയായി കഴിഞ്ഞ് അതിനു ചുറ്റും നൂല് വെച്ച് അഴിഞ്ഞു പോവാതിരിക്കാൻ ടൈറ്റാക്കി കെട്ടുക. അതിനുശേഷം എതളുകളൊക്കെ നമ്മളൊന്ന് വിടർത്തി കൊടുക്കണം. വിടർത്തി കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പൂവിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. അതിനുശേഷം കയ്യിലുള്ള പെയിൻറ് വെച്ച് പെയിൻ്റ് അടിക്കുക. എൻ്റെ കയ്യിൽ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് നെയിൽ പോളിഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതേപോലത്തെ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.